ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ആരംഭിക്കുകയാണ്. ഈ ഉദ്ഘാടന യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പറും കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ശ്രീ KR രാജിയെ ക്ഷണിച്ചു കൊടുക്കും. നമ്മൾ ഇന്നത്തെ ഈ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മുടെ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആദ്യം വീട് തലത്തിലാണ് ആരംഭിക്കേണ്ടത്. തുടർന്ന് വാർഡ് തലത്തിലും അതിനുശേഷം പൊതുവായിട്ടുള്ള ഒരു ശുചീകരണമാണ് ഇന്ന് നടക്കുന്നത്. പല സർക്കാർ കോടതിയുടെ ഉത്തരവ് പ്രകാരം പല നിയമങ്ങളും ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും, കാരണം 10,000 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള പിഴകൾ പലപ്പോഴും ഈടാക്കേണ്ട സാഹചര്യങ്ങൾ പലയിടത്തും കാണുന്നുണ്ടെങ്കിലും അതിലേക്ക് കൂടുതൽ കർക്കശമായിട്ട് പോകുന്ന ഒരു സ്ഥിതി ഇപ്പോഴും ഇല്ല. കാരണം ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് 2026 കേന്ദ്ര സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ബിന്നുകളാണ് നമ്മൾ പൊതുവായിട്ട് വയ്ക്കുന്നത്. അത് മാറിയിട്ട് 4 ബിന്നിലേക്ക് മാറുന്ന സ്ഥിതിയിലേക്കും വരുന്നുണ്ട്. അപ്പം എല്ലാവിധ ആളുകളും ഈ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കടക്കാർ, കാരണം നമ്മൾ കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബിന്നുകളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരിപാലിക്കുന്നതിൽ ചെറിയൊരു പാകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാവരുടെയും കൂടെ സഹകരണത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലെ മാലിന്യങ്ങളും അതുപോലെ തന്നെ വീട് പരിസരവും എല്ലാം അവരവർ സ്വന്തമായി ശുചീകരിക്കുകയും, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽപ്പെട്ട സ്കൂളുകൾ, അംഗൻവാടികൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം അതിൻ്റേതായ പ്രവർത്തനങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ട HM അതുപോലെയുള്ള പ്രിൻസിപ്പൾ, അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അവരുടെ നേതൃത്വത്തിലും, പിന്നെ പൊതുവായിട്ടുള്ള ഉള്ള ക്ലീനിങ്, അത് നമ്മൾ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ നമുക്ക് എങ്ങനെ ഒരു പരിധിവരെ തടയാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മൾ പല ഘട്ടങ്ങളിലും ആലോചിക്കുന്നുണ്ടെങ്കിലും, അതിനൊരു പരിധിവരെയൊക്കെ ശാശ്വത പരിഹാരം കാണുന്നുണ്ടെങ്കിലും, എന്നാലും ദിവസം തോറും നമ്മുടെ മാലിന്യങ്ങൾ വഴിയോരങ്ങളിൽ കൊണ്ട് മറിച്ചിടുകയും അതുപോലെ തന്നെ കൂടുകളിലൊക്കെ കെട്ടിയിടുന്ന ഒരു സാഹചര്യം നമ്മൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെയോ ഒരു പഞ്ചായത്ത് മെമ്പറുടെയോ ഒരു ഉത്തരവാദിത്തമായിട്ട് കാണാതെ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള ഈ മാലിന്യങ്ങൾ നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്കിത് നീക്കം ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കണം. അതുപോലെ തന്നെ നമ്മളെല്ലാം ഇക്കാര്യത്തിൽ ഒരു പരിധിവരെയെങ്കിലും ബോധവാന്മാരായിരിക്കണം. നമുക്കറിയാം, നമ്മൾ ടൗണുകളിലെല്ലാം വേസ്റ്റ് പിന്നൊക്കെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിനകത്ത് പല ആളുകളും പുറത്തു നിന്നുള്ള പല മാലിന്യങ്ങളും കൊണ്ട് നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ടൗണിലിരിക്കുന്ന എല്ലാ ഈ വേസ്റ്റ് പിന്നിലെല്ലാം കടകളിൽ വരുന്ന ചെറിയ കുപ്പികളും അതുപോലെ ചെറിയ പ്ലാസ്റ്റിക്കുകളും ഒക്കെ ഇടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെറിയ ഈ പിന്നുകളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് അതിനകത്ത് പുറത്തു നിന്നുള്ള പല മാലിന്യങ്ങളും കൊണ്ട് അസമയങ്ങളിൽ രാത്രി കാലങ്ങളിൽ കൂടിനകത്ത് കെട്ടി അതിനകത്ത് ഇട്ടേച്ചും അത് നിറച്ച് വെച്ചു പോകുന്നൊരു സാഹചര്യമാണ്. അപ്പം നമ്മൾ എന്തൊക്കെ ബോധവൽക്കരണം നടത്തിയാലും മനുഷ്യർ സ്വന്തമായി അതിന് തയ്യാറായി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമെന്നത് ശരിയായ ഒരു രീതിയല്ല. അല്ലാതെ നമ്മൾ ചെയ്യരുത്, സമൂഹത്തിന് അത് വലിയ ദോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും അതിന് തയ്യാറായെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു മാലിന്യങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെ പേരിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വന്യമൃഗങ്ങളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ്. ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കഴിക്കുന്നതിനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ സ്മെല്ലും ഒക്കെ വരുമ്പോഴാണ് പുലിയാണേലും കാട്ടുപന്നിയാണേലും അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമുക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ യോഗം നമുക്കറിയാം, നമ്മുടെ കുടുംബശ്രീയുടെ ഒക്കെ ആളുകൾ പല സ്ഥലങ്ങളിലും വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അതുമായി ക്ലീനിങ് നമുക്ക് എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതുകൊണ്ട് ഈ ചെറിയ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതിന് പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, മാലിന്യം എത്ര കണ്ട് നീക്കം ചെയ്താലും ഓരോ ദിവസവും അത് വർദ്ധിച്ചു വരുന്നതാണ് കാണുന്നത്. തീർച്ചയായിട്ടും പഞ്ചായത്തിനോ കുറച്ച് പൊതുപ്രവർത്തകരോ മാത്രം നോക്കിയാൽ ഇതിനെ പൂർണ്ണമായിട്ടും മാറ്റുവാനായിട്ട് കഴിയുകയില്ല. മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം,
ഇനി വരാൻ പോകുന്ന സാംക്രമിക രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ രക്ഷ നേടുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഡെങ്കിപ്പനി, എലിപ്പനി പോലെയുള്ള ധാരാളം അസുഖങ്ങൾ ഇനി കടന്നുകൂടും. അതുപോലെ തന്നെ വാഹനങ്ങളിൽ വരുന്ന ആളുകൾ ചെറുതായിട്ട് ഡോറ് തുറന്നിട്ട് റോഡിൻ്റെ സൈഡിലേക്ക് വീട്ടിലെ ചെറിയ കുട്ടികളുടെ പിന്നെ അവരുപയോഗിക്കുന്ന സ്നഹി പോലെയുള്ള സാധനങ്ങൾ മുതൽ കോഴി വേസ്റ്റുകൾ, മറ്റ് ഏറ്റവും മോശമായ സാധനങ്ങളെല്ലാം റോഡ് സൈഡിൽ ഉപേക്ഷിച്ച് പോയിട്ട് നന്മയ്ക്കായിട്ട്, നല്ല നാളേക്കായിട്ട് നമുക്കൊന്നിച്ച് കൈകോർത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോകാം. ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇന്ന് നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഒരു യോഗം എന്ന് പറയുന്നത് തന്നെ. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. എൻ്റെ മാലിന്യം ശാസ്ത്രീയമായി ഞാൻ തന്നെ എൻ്റെ ഉറവിടത്തിൽ നശിപ്പിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യമായിരിക്കണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം കൊണ്ട് മാത്രം തീരുന്നതല്ല നമ്മുടെ ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ വഴി നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഹരിതകർമ്മസേന എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ സ്ഥലങ്ങളിലെ മാലിന്യത്തിൻ്റെ ഒരു തോത് എവിടെ ആയിരിക്കുമെന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുക. ഇപ്പോഴും നമ്മുടെ ഈ രീതിയിലുള്ള നമ്മുടെ പരിസര പ്രദേശങ്ങളിലും റോഡുകളിലും ഒക്കെ ആളുകൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുവരുന്നു. നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷനും പ്രസിഡൻറ്റും ഒക്കെ അതിനെപ്പറ്റി സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് മാത്രം ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാം. ഈ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാരണം വിവിധ തരത്തിലുള്ള രോഗങ്ങളാണ് നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യേകിച്ച് നമുക്ക് മഞ്ഞപ്പിത്തം വരുന്നുണ്ട്, എലിപ്പനി വരുന്നുണ്ട്, വയറിളക്കം പോലുള്ള രോഗങ്ങൾ വരുന്നുണ്ട്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നമുക്ക് ഏന്തയാറിൽ ഒരു എലിപ്പനി മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മളാൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ മാലിന്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ ഇനിയിപ്പോൾ നമ്മുടെ വീടുകളിൽ തുടങ്ങി നമ്മുടെ പൊതുസ്ഥലങ്ങളിലും ആ പൊതുസ്ഥലങ്ങളിൽ കൂടി നമ്മൾ പൂർത്തീകരിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യപൂർത്തീകരണം ഉണ്ടാവുള്ളൂ. മുഴുവൻ ആളുകൾ നമ്മുടെ വീടുകളിൽ കൊതുക് പകരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2005 നമുക്ക് ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന ഒരു രോഗം പൊട്ടിപ്പുറപ്പെട്ടത്. അന്ന് ചിക്കൻ ഗുനിയ വരാത്ത ആളുകൾ ഏകദേശം ഒരു 20-25% മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു സമയം മുതലാണ് നമ്മൾ കൊതുകുജന്യ രോഗങ്ങൾ എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ കൂടുതലായി കേൾക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഇന്ന് വരെയും നമുക്ക് കൊതുകുജന്യ രോഗങ്ങൾ എല്ലാ വർഷങ്ങളിലും, നേരത്തെ അതൊരു സീസണൽ രോഗമാണെങ്കിലും ഇപ്പോൾ അത് എല്ലാ മാസങ്ങളിലും നമുക്ക് ഈ ഡെങ്കി പനി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നതും നമ്മുടെ വീടുകളിലും റബ്ബർ തോട്ടങ്ങളിലും പരിസരങ്ങളിലുമൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളും, അത് നിർമ്മാർജ്ജനം ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കൊതുകുജന്യ രോഗങ്ങൾ നമുക്ക് മുക്തി നേടാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ പരിസരങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചാൽ എലികൾ പോലുള്ളതും ഈച്ചകൾ പോലുള്ളതും എല്ലാം പെരുകുകയും അതുവഴി നമുക്ക് മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളും എലിപ്പനി പോലുള്ള രോഗങ്ങളും ഒക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സത്യത്തിൽ നമ്മൾ ആരും ബോധവാന്മാരല്ലാഴികയല്ല. എല്ലാ ആളുകളും നമുക്ക് ഓരോ വർഷങ്ങളിലും നമ്മുടെ ഈ പത്രമാധ്യമങ്ങളിൽ കൂടി തന്നെ രോഗങ്ങളുടെ കണക്കും മരണനിരക്കും ഒക്കെ നമ്മൾ കേൾക്കുന്നവരാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ബോധവൽക്കരണം അല്ല നമുക്ക് സത്യത്തിൽ ഇപ്പോൾ നമുക്കത് ശീലവൽക്കരണമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങൾ അത് നമ്മൾ ഈ ഒരു മാലിന്യ മുക്തവും കൊതുകുജന്യ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളിൽ കൂടി നമ്മൾ പോയാൽ മാത്രമേ ഉള്ള നല്ലൊരു ആരോഗ്യമുള്ള സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്ന ഒരു സൃഷ്ടി നമുക്ക് സാധിച്ചെടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ നാടിനെ തന്നെ മാലിന്യമുക്തം നവകൂട്ടിക്കൽ സൃഷ്ടിക്കപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു ഈ കേരളം കൂടി സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മുഴുവൻ ആളുകളും നമ്മുടെ ഇത്തരം ആ ഒരു പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം. നാളെ നമ്മുടെ ഇങ്ങനെയുള്ള പകർച്ചവ്യാധികളിൽ നിന്നും നമുക്ക് മുക്തി നേടുന്നതിനുള്ള പഞ്ചായത്ത് തല കർമ്മ പരിപാടിയിൽ
മുഴുവൻ ആളുകളും സഹകരിക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. അതെ, പുഴകൾ, ജലാശയങ്ങൾ എല്ലാം മനുഷ്യരാൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നത് നമ്മുടെ ശീലമായിരിക്കുന്നു. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്നാണല്ലോ കവി ചങ്ങമ്പുഴ പാടിയത്. ഇപ്പോൾ എവിടെയും മാലിന്യ കൂനകൾ മാത്രം. മലിനീകരണം വഴി മാത്രമല്ല നാം പ്രകൃതിയെ നശിപ്പിക്കുന്നത്. മരങ്ങൾ വെട്ടി നശിപ്പിച്ചും കുന്നുകൾ ഇടിച്ചു നിരപ്പാക്കിയും പാറ പൊട്ടിച്ച് നീക്കിയും വയൽ നികത്തിയും നാം പ്രകൃതിയെ നശിപ്പിക്കുന്നു. ഇരിക്കും കൊമ്പ് മുറിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. ഇങ്ങനെ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികളുടെ ഫലമാണ് പ്രളയവും ഉരുൾപൊട്ടലും വരൾച്ചയുമെല്ലാം. കുട്ടിക്കലും കൊക്കയാറിലും ഉണ്ടായ ദുരന്തം നമ്മെ ഞെട്ടിച്ചതാണ്.